ഗുഡ് ഈവനിങ്. എൻ്റെ പേര് റാഹത്ത്. ഞാൻ ലേൺ ബൈറ്റ്സിലെ ഹിസ്റ്ററി ഫാക്കൽറ്റി ആണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് DHIC 110 ആണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം 1757 ടു 1857. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയ വിദേശ ശക്തി ഏതാണെന്ന്. എന്ന് വെച്ചാൽ വിദേശ ശക്തി എന്ന് പറയുമ്പോൾ ഫോറിൻ പവർ ഏതാണെന്ന്. ആദ്യം വന്നത് പോർച്ചുഗീസുകാരായിരുന്നു. വാസ്കോഡ ഗാമ, കോഴിക്കോട്, കാപ്പാട്. എല്ലാവർക്കും ഒക്കെ അറിയാം. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. പക്ഷെ എന്താ പറയാ, നമ്മൾ പഠിക്കാൻ പോകുന്ന കൊളോണിയൽ ഹിസ്റ്ററിയാണ്. എന്താ പറയാ, കൊളോണൈസേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കോളനിവൽക്കരണത്തിനെ കുറിച്ച്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഇന്ത്യയിൽ വന്നതും കച്ചവടം എന്ന ആവശ്യത്തിന്റെ പേരിൽ ഇന്ത്യയിലോട്ട് വന്നതും പിന്നീട് അധികാരത്തിലോട്ട് എത്തിയ കുറച്ച് ശക്തികളെ കുറിച്ച് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോ ആദ്യം ഇന്ത്യയിൽ എത്തിയത് പോർച്ചുഗീസുകാരായിരുന്നു. പിന്നീട് ഡച്ചുകാരെത്തി, പിന്നെ ബ്രിട്ടീഷുകാരെത്തി, പിന്നെ ഫ്രഞ്ചുകാരെത്തി. അപ്പോൾ ഈ 4 ശക്തികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് റൈസ് ചെയ്തത് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ട് ഉയർന്നു വന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അവർക്ക് പിന്നിൽ ആ ചരട് വലിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് BHIC 110 വരുന്ന ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം 1757 ടു 1857 വരെയുള്ള കാര്യങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ട് 15 യൂണിറ്റുകളാണ് ഇഗ്നൂവിലുള്ളത്. അപ്പോൾ ഈ 15 യൂണിറ്റുകളും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ആയിരിക്കും നമ്മളിവിടെ നോക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. ഇതിന് ഓരോ യൂണിറ്റും അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസും ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഏതാന്നൊക്കെ നോക്കാം. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെയധികം ബേസ് ആണ്. ഇന്ത്യൻ പോളിറ്റി, സൊസൈറ്റി ആൻഡ് എക്കണോമി ഇൻ മിഡ് 18th സെഞ്ചുറി. 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ 1700കളുടെ കാര്യമാണ് പറയുന്നത്. മിഡ് 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ 1750കളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോ നമ്മള് 1757ന്റെ കാര്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് ബേസ് എന്ന് പറയുമ്പോൾ എന്താ, ആ സമയത്ത് ആ സമൂഹം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ നേച്ചർ, സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. അപ്പോ അതിന് പ്രധാനമായിട്ട് നമ്മൾ 3 ഘടകങ്ങളാണ് നോക്കുന്നത്. ഒന്ന് പോളിറ്റി, രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താ പറയാ രാഷ്ട്രീയത, പിന്നെ അല്ലെങ്കിൽ സൊസൈറ്റി, സാമൂഹിക അവസ്ഥ, 3 എക്കണോമി അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ. പക്ഷേ ഇത് 3 മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മൾ പ്രധാനമായിട്ട് 4 പോയിന്റ്സ് ആണ് ഇതിൽ നോക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് 18th സെഞ്ചുറി, എ ഡാർക്ക് ഏജ്. 18ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 1700കൾ ഒരു ഡാർക്ക് ഏജ്, ഒരു ഇരുണ്ട യുഗം. പിന്നെ ഡിക്ലൈൻ ഓഫ് മുഗൾ എംപയറിന്റെ പതനം, പിന്നെ എമർജൻസ് ഓഫ് റീജിയണൽ പോളിറ്റീസ്, പ്രാദേശികമായിട്ട് ഉയർന്നു വന്ന സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ സാമ്രാജ്യങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ റൈസ് ഓഫ് ബ്രിട്ടീഷ് പവർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ശക്തിയുടെ ഉയർച്ച. അപ്പോ ഇത് 4 തന്നെ പോളിറ്റിയെയും സൊസൈറ്റിയെയും എക്കണോമിയെയും നല്ല രീതിയിൽ ബാധിച്ച ഘടകങ്ങളാണ് ആ സമയത്ത്. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് ഘടകങ്ങൾ നമ്മൾ ഈ ഒരു 4 പോയിന്റിലായിട്ട് നമ്മൾ പഠിക്കും. ബേസിക്കലി ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് തിയറീസ് ഉണ്ട്, പിന്നെ ഒരുപാട് ഹിസ്റ്റോറിയൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓരോ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. പക്ഷേ നേരത്തെ പറഞ്ഞ തന്നെ ബേസ് ആണ്, പക്ക ബേസ്. നല്ല രീതിയിൽ നോക്കിയാൽ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് എന്താ പറയാ, ഒരു ബേസ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് കെട്ടിപ്പൊക്കാനല്ലേ, അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ മെർക്കന്റൈൽ പോളിസീസ് ആൻഡ് ഇന്ത്യൻ ട്രേഡ്. അപ്പോൾ മെർക്കന്റൈൽ പോളിസീസ് ആൻഡ് ഇന്ത്യൻ ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചാണ്, അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന. പിന്നെ മോണോപ്പൊളി വേഴ്സസ് ഫ്രീ ട്രേഡ്. എന്താണ് മോണോപ്പൊളി എന്നും എന്താണ് ഫ്രീ ട്രേഡ് എന്നും നമ്മൾ നോക്കും. അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു വിശദീകരണം തന്ന ഒരുപക്ഷെ നമുക്കത് മനസ്സിലാവണമെന്നില്ല. കാരണം ഇത് കുറച്ച് എക്കണോമിയാണ്. അപ്പോ നമുക്ക് എന്താ പറയാ, കുറച്ച് ഡീപ്പായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും ഞാൻ എന്താണ് മോണോപ്പൊളി എന്നും എന്താണ് ഫ്രീ ട്രേഡ് എന്നും കുറച്ചും കൂടെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇപ്പോഴത്തേക്ക് എന്താ പറയാ, നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ക്യാപിറ്റലിസം ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ട് വന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ട് വന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. പിന്നെ
മൂന്നാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 2 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കൊളോണിയൽ എക്സ്പാൻഷൻ ആൻഡ് ഇന്ത്യൻ റെസിസ്റ്റൻസ്. അപ്പോ ഇതില് നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, ഡച്ചുകാരുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു, ഫ്രഞ്ചുകാരുണ്ടായിരുന്നു. അപ്പോ ഇതില് ബ്രിട്ടീഷുകാരായിരുന്നു വന്നപ്പോ ബാക്കിയുള്ളവരെല്ലാരും നല്ല കാമായിട്ട് സമാധാനപൂർണ്ണമായിട്ട് നിക്കോ? ഇല്ല. അതില് ഏറ്റവും കൂടുതൽ എന്നുവെച്ചാ ഇംഗ്ലീഷുകാർക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് ഫ്രഞ്ചുകാരോട് കൂടിയായിരുന്നു. അതിന് വേറൊരു കാരണമുണ്ട്. ഇന്റർനാഷണൽ രീതി പറഞ്ഞ എന്താ പറയാ, ഇന്ത്യക്ക് പുറത്തുള്ള കാര്യം പറഞ്ഞ ആ സമയത്ത് ഇംഗ്ലീഷിനും ഫ്രഞ്ചിനും ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കായിരുന്നു. അപ്പോ ഇവർക്കറിയായിരുന്നു ഒരു ഫൈറ്റ് എന്തായാലും ഉണ്ടാവും എന്ന് അവർക്കറിയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും അത് ഹൈദരാബാദിനെയും കർണാടക, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റീജിയണൽ പൊളിറ്റീസ്. അപ്പോ അങ്ങനെ വന്ന റീജിയണൽ പൊളിറ്റീസ് ആയിട്ടുള്ള ഹൈദരാബാദിന്റെയും എന്താ പറയാ കർണാട്ടിക് എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ ഒരു ക്ലാഷ് വരാൻ കാരണം. അപ്പോ ഇവര് ഈ ഫ്രഞ്ചും ഇംഗ്ലീഷും തമ്മിൽ നടന്ന ഈ ക്ലാഷിനെ പറയുന്ന പേരാണ് കർണാട്ടിക് വാർസ്. അങ്ങനെ പ്രധാനമായിട്ട് 3 കർണാട്ടിക് വാർസ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോ ഈ 3 കർണാട്ടിക് വാർസിന്റെ എൻഡില് ഫ്രഞ്ച് തോക്കാണ് ചെയ്തത്. അപ്പോ നമ്മളിവിടെ ആദ്യം ഇംഗ്ലീഷിന്റെയും ഫ്രഞ്ചിന്റെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോക്കും. പിന്നീട് കർണാട്ടിക് വാർസിനെ കുറിച്ച് നോക്കും. ഏറ്റവും അവസാനം ഫ്രഞ്ചിന്റെ ഫെയിലർ അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ എങ്ങനെയാണ് തോറ്റത് അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ, അതായിരിക്കും നമ്മൾ നോക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഇന്ത്യൻ റെസിസ്റ്റൻസ് ആൻഡ് കൊളോണിയൽ എക്സ്പാൻഷൻ. ഇതില് നമ്മള് ഇന്ത്യയാണ് നോക്കുന്നത്. ഇനിയിപ്പോ നമ്മള് വിദേശ ശക്തിയൊന്നും നോക്കത്തില്ല, പകരം ഇന്ത്യൻ റെസിസ്റ്റൻസ്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമ്മൾ 2 സ്ഥലങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ നോക്കുന്നത്. ഒന്ന് ബംഗാളും മറ്റൊന്ന് അവധും. 2 റിച്ച് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു ആ സമയത്ത് ഇന്ത്യയിൽ. റിച്ച് എന്ന് പറയുമ്പോൾ അടിപൊളി റിച്ച് എന്നുവെച്ചാൽ ഒരുപാട് കൃഷി, ട്രേഡ്, പിന്നെ ഒരുപാട് ബിസിനസ് ഒക്കെ കാരണം നല്ല പ്രോസ്പർ ആയിരുന്ന ഒരു സ്ഥലമായിരുന്നു ബംഗാളോ അവധൊക്കെ. അവധൊക്കെ എന്ന് പറയുമ്പോൾ അവധി ക്വിസീൻ അല്ലെങ്കിൽ അവധി ഫുഡിന്റെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അപ്പൊ നമുക്ക് തന്നെ പറയാം കൾച്ചറലി നല്ല റിച്ച് ആയിട്ടുള്ള ഏരിയാസ് ആയിരുന്നു. കൾച്ചറലി എന്താ പറയാ സമ്പന്നമായിരുന്നു ബംഗാളും അവധും. അപ്പോ ഈ സമയത്ത് ഈ ഒരു കൊളോണിയൽ എക്സ്പാൻഷൻ ആൻഡ് ഇന്ത്യ റെസിസ്റ്റൻസിൽ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 1757 ആണ്. അപ്പൊ 1757 അല്ലെങ്കിൽ 1757 എന്താണ് നടന്നത്? പ്ലാസി യുദ്ധമാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് പ്ലാസി യുദ്ധമായിരിക്കും. ഡിക്ലൈൻ ഓഫ് മുഗൾ എംപയർ പിന്നെ വരുന്നത്. അപ്പോ ഇതൊരു കണ്ടംപററി ആയിട്ട് ആ സമയത്ത് നമ്മൾ നേരത്തെ ഡിക്ലൈൻ ഓഫ് മുഗൾ എംപയർ നമ്മൾ നോക്കി. അപ്പോ ഇപ്പൊ നമ്മൾ നോക്കുന്നത് കണ്ടംപററി ആയിട്ട് ആ സമയത്ത് എങ്ങനെയായിരുന്നു, ഇതിന്റെ പിന്നാമ്പുറം എങ്ങനെയായിരുന്നു, ഇതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. പിന്നെ ദ റൈസ് ഓഫ് സക്സീസർ സ്റ്റേറ്റ്സ്. ഇപ്പൊ മുഗൾ എംപയർ ഇപ്പൊ ഉണ്ട്, പക്ഷെ അവരിപ്പോ ഒരു പെൻഷനർ ആയിട്ടാണ്, എന്ന് വെച്ചാൽ കമ്പനിന്ന് പെൻഷൻ പറ്റി ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോ ഈ മുഗൾ എംപയറിന് ശേഷം പിന്നെ കുറച്ച് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയാ എംപയർ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ സ്റ്റേറ്റ്സ് അവരെന്ത് ചെയ്തു ഉയർന്നു വന്നു. അപ്പൊ അവരെ കുറിച്ചായിരിക്കും നമ്മൾ നോക്കുന്നത്. ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഡൽഹിയുടെ സൗത്ത് ഡൽഹിയുടെ അല്ലെങ്കിൽ ദക്ഷിണ ഡൽഹിയുടെ ഒരു ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നതാണ്. പിന്നെ ചിലതൊക്കെ ലക്നോയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഉത്തർപ്രദേശിന്റെ കുറച്ച് ഭാഗത്ത് നിന്ന് വന്നതാണ്. ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കമ്പനിയുടെ പിന്നെ കമ്പനിക്കെതിരായിട്ടുള്ള റെസിസ്റ്റൻസ്, അവധ് റെജീം അല്ലെങ്കിൽ അവധ്. പിന്നെ എക്സ്പാൻഷൻ ഇൻ അതർ പാർട്സ് ഓഫ് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഉത്തരേന്ത്യയുടെ അതർ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലോട്ട് കമ്പനി എങ്ങനെയാണ് എക്സ്പാൻഷൻ നടത്തിയത്, അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ നോക്കുന്നത്. പിന്നെ അഞ്ചാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇമ്പീരിയൽ ഐഡിയോളജീസ് ആൻഡ് സൈക്ക്. ഇതിൽ നമ്മൾ ഓറിയന്റലിസം പിന്നെ യൂട്ടിലിറ്റേറിയൻസിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും ഇമേജസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇമേജസ് എന്ന് പറയുമ്പോൾ പിക്ചർ അല്ല, പകരം എന്താ പറയാ ഇപ്പൊ എനിക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ചൊരു ചിത്രമുണ്ട്. അപ്പോ മഹാത്മാഗാന്ധി എനിക്കാണെങ്കിൽ എന്റെ രാഷ്ട്രപിതാവാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ്. അതൊക്കെയാണ് എനിക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു പിക്ചർ. എന്ന് വെച്ചാൽ എന്താ പറയാ മഹാത്മാഗാന്ധി നല്ലൊരു വ്യക്തിയായിരുന്നു. എന്താ പറയാ മഹാത്മാഗാന്ധി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു വിഷൻ തന്നു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും മികച്ചൊരു നേതാവായിരുന്നു ഗാന്ധി. അതാണ് എനിക്കുള്ള പിക്ചർ. പക്ഷെ വിൻസ്റ്റൺ ചർച്ചിലിന് ഗാന്ധിയെ കുറിച്ച് അതായിരുന്നില്ല പിക്ചർ. വിൻസ്റ്റൺ ചർച്ചിൽ എങ്ങനെയായിരുന്നു, അർദ്ധനഗ്നനായ ഫക്കീറാണ് ഇയാള് എന്നാണ് ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത്. അപ്പോ ഇത് തന്നെ മനസ്സിലായിട്ടില്ലേ?
അപ്പോ ഇതേക്കുറിച്ച് നമ്മൾ ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നത് ഒരു പിക്ചർ ആയിരുന്നു. ഇന്ത്യയെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് ഉണ്ടായിരുന്ന പിക്ചർ വേറെ ആയിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ഇമേജസിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും വാറൻ ഹോസ്റ്റിങ്സ്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ വാറൻ ഹേസ്റ്റിങ്സും പിന്നെ എന്താ പറയാ ബ്രിട്ടീഷ് ഇമേജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ച് ബ്രിട്ടീഷുകാർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഒരു ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. പിന്നെ യൂട്ടിലിറ്റേറിയൻസ്, ഇവാഞ്ചലിക്കലിസം, പിന്നെ അതർ ന്യൂ ട്രെൻഡ്സ്. ആ സമയത്ത് എന്താ പറയാ ഒരുപാട് ട്രെൻഡ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഐഡിയാസ് വരാൻ വേണ്ടി തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു വിഷയത്തിന് തദ്ദേശപരമായിട്ട് നമ്മൾ നോക്കും. എന്ന് വെച്ചാൽ ഒരു വിഷയത്തിന് നമ്മള് ഞാൻ ഇപ്പൊ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഞാൻ ഒരു വിഷയത്തിനെ ഹിസ്റ്റോറിക്കൽ ആയിട്ട് നോക്കും. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിന് ഞാൻ ഹിസ്റ്റോറിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുക വിലയിരുത്തുന്നത്. അപ്പോൾ ജോഗ്രഫി എന്ന് വരുന്ന ഒരാള് കേരളത്തിന് ജോഗ്രഫിക്കൽ ആയിട്ടായിരിക്കും വിലയിരുത്തുന്നത്. പിന്നെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് വരുന്ന ആള് പൊളിറ്റിക്കൽ ആയിട്ടായിരിക്കും കേരളത്തിനെ വിലയിരുത്തുന്നത്. എന്നുവെച്ചാൽ ഉദാഹരണം മാപ്പ് തന്നെ നോക്കട്ടെ. ഞാൻ എന്ത് ചെയ്യും, കേരളത്തില് എന്താ പറയാ നിലനിൽക്കുന്ന ഒരുപാട് എന്താ പറയാ ചരിത്ര വസ്തുക്കൾ അല്ലെങ്കിൽ ചരിത്ര സ്ഥലങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ പൈതൃകപരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ ആയിരിക്കും ഞാൻ നോട്ടിഫൈ ചെയ്യുക. ജോഗ്രഫിക്കലായിട്ട് വരുന്ന ആള് ചിലപ്പോ കാട്, മല, കടല് ഇതൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത്. പൊളിറ്റിക്കലായിട്ട് വരുമ്പോൾ അവർ പൊളിറ്റിക്കലായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും. അപ്പോ ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ ഇതേപോലെ ഒരുപാട് ട്രെൻഡ്സ് വരാൻ വേണ്ടി തുടങ്ങി ആ സമയത്ത്. എന്നുവെച്ചാൽ ഒരുപാട് പലതരത്തിലുള്ള ഐഡിയാസ് വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഇതെല്ലാം തന്നെ ബ്രിട്ടീഷുകാർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇന്ത്യയുടെ എക്സിസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഇന്ത്യയിൽ അപ്പം നിലനിന്ന റിസോഴ്സസുകളെ എന്താ പറയാ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊണ്ട് കഴിഞ്ഞു. അതിന്റെ ഉദാഹരണം നമ്മൾ ഇനി നോക്കും കേട്ടോ. കാരണം ഈ ഒരു 1757 to 1857 എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷന്റെ ഒരു പീക്ക് സ്റ്റേജ് ആണ്. എന്ന് വെച്ചാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഈ പീരീഡ് കഴിയാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുന്നോട്ടും പോകാൻ പറ്റത്തില്ല, പിന്നോട്ടും പോകാൻ പറ്റത്തില്ല. രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ഈ 1757 to 1857 വരെ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കൾച്ചറലി ലിറ്ററേച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ, സാഹിത്യം വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ, കല വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ, പിന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, എക്കണോമിക്കലായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ വന്ന സമയമാണ് ഈ ഒരു 100 വർഷം എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് പറയാനാണെങ്കിൽ യൂണിറ്റ് 6 ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ. അപ്പോ ആ സമയത്ത് ഇന്ത്യയിലോട്ട് വന്നപ്പോ ഇന്ത്യയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം ഡിഫറെന്റ് ആയിരുന്നു. അപ്പോ ആ സമയത്ത് ഉണ്ടായിരുന്നതായിരുന്നു മുഗൾ എംപയറിനെ നോക്കിയാൽ മതി. മുഗൾ എംപയർ ഉണ്ടായിരുന്നപ്പോ അവർക്ക് ജാഗിർദാരി സിസ്റ്റം ഉണ്ടായിരുന്നു, മാൻസബ്ദാരി സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സിസ്റ്റത്തിലൂടെയാണ് അവർ എന്ത് ചെയ്തത്, അഡ്മിനിസ്ട്രേഷനും ജുഡീഷ്യറി ഇതൊക്കെ അവർ നോക്കി. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ കിങ് തന്നെയാണ് എല്ലാ തീരുമാനവും എടുക്കുന്നത്. കിങ്ങിന് എന്താ പറയാ ഇപ്പോ ഒരു ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആയതുകൊണ്ട്, വൈവിധ്യങ്ങളുള്ള ഒരു കൺട്രി ആയതുകൊണ്ട് അക്ബറിന്റെ ഒക്കെ സമയം നോക്കിയാൽ ഹിന്ദു മതത്തിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു, മുസ്ലിം മതത്തിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ജുഡീഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത്രയും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നെ ഔറംഗസേബിന്റെ സമയം വന്നപ്പോ ഓൺലി മുസ്ലിം ആ ഒരു രീതി മാത്രമായി. അപ്പോ എന്താ പറയാ അതായിരുന്നു ആ സമയത്ത് അവിടെ നിലനിന്നത്. പിന്നെ ഓരോ മതങ്ങൾക്കും ഓരോ മതഗ്രന്ഥം ഉണ്ടായിരുന്നു, അവര് പറയുന്ന നിയമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഇതൊക്കെ വന്നപ്പോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലേ. അപ്പോ ബ്രിട്ടീഷുകാർ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാം, ഒരു പുതിയ ലോ കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ അതിന് ചുക്കാൻ പിടിച്ചത് മെക്കാളെ എന്ന് പറഞ്ഞ ഒരു പ്രഭുവായിരുന്നു. അപ്പൊ അദ്ദേഹം ഇന്ത്യൻ പീനൽ കോഡൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡിന്റെ ഒക്കെ പേര് മാറ്റി. അപ്പൊ നോക്കണം, ഇത് 1700-കളില് അല്ലെങ്കിൽ 1700-1800-കളില് ഒരു ഇംഗ്ലീഷുകാരൻ കൊണ്ടുവന്ന നിയമങ്ങളാണ്. ഇത് പിന്നീട് ഭേദഗതിയൊക്കെ വന്ന് പുതുതാക്കി കൊണ്ടുവന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പേരൊക്കെ മാറ്റി. അപ്പോ ആ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ ലോയിനെ കുറിച്ച് അല്ലെങ്കിൽ നിയമത്തിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മളിവിടെ നോക്കുക. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന അതേ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ അതേ ഒരു മോഡല് ഇന്ത്യയിലോട്ട് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ്
ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്, ഒരു പുതിയ അഡ്മിനിസ്ട്രേഷന് ആൻഡ് ലോയ്ക്ക് തുടക്കം കുറിച്ചത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് യൂണിറ്റ് നമ്പർ 7. അപ്പോ ലോയും അഡ്മിനിസ്ട്രേഷനും മാത്രം കൊണ്ടുവന്നാൽ മതിയോ? ഇത് ആൾക്കാരിൽ എത്തണമെങ്കിൽ അവർക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ വേണ്ടേ? എന്നുവെച്ചാൽ ഐഡിയ മീൻസ് ഇംഗ്ലീഷുകാരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയിരുന്നു. ഇന്ത്യക്കാർക്ക് പല ലാംഗ്വേജ് ഉണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരെയും തമ്മിൽ ബന്ധിപ്പിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തുടക്കം കുറിച്ച സംഭവമാണ് ദ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനെ വെച്ച് ഒരു ഭേദഗതികൾ കൊണ്ടുവരാം സമൂഹത്തിൽ. ഇതായിരുന്നു അവരുടെ പ്രധാന ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അവർ ആദ്യം ചെയ്തത് ഒരു കൊളോണിയൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷൻ ടൈപ്പ് അവര് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് ഇൻഡിജിനിയസ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ. അപ്പോ പെൺകുട്ടികളൊന്നും അലോഡ് അല്ലായിരുന്നു. അപ്പോ ഇന്ത്യയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടായിരുന്നു. നമ്മൾ ഗുരുകുല വ്യവസ്ഥയൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പൊ അതൊക്കെ ആയിരുന്നു. അപ്പോ ഇവിടെ വന്നപ്പോ ഇവര് വർഷങ്ങൾ കഴിയുന്തോറും ഇവര് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി തുടങ്ങി ആ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ നോക്കുന്നത്. കൊളോണിയൽ എഡ്യൂക്കേഷനും ഇൻഡിജിനിയസ് എഡ്യൂക്കേഷനും, അവിടെ നിലനിന്ന എഡ്യൂക്കേഷനും വിദ്യാഭ്യാസവും കൊളോണിയൽ വിദ്യാഭ്യാസവും. പിന്നെ ഡിബേറ്റ് ഓവർ എഡ്യൂക്കേഷൻ പോളിസി. ഇപ്പോൾ എഡ്യൂക്കേഷൻ പോളിസിനെ കുറിച്ചുള്ള സംവാദങ്ങൾ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഒരു മാറ്റം കൊണ്ടുവന്നപ്പോൾ ആദ്യമൊന്നും ആരും അംഗീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അവർക്ക് ആ ഒരു പവർ ഉണ്ടായിരുന്നു അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് ഡിബേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് സംവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ നോക്കുക ഏതൊക്കെ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ചരിത്രകാരന്മാരാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്, പിന്നെ ഏതൊക്കെ രീതിയിലാണ് അവരത് പ്രപ്പോസ് ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്കൂളിൽ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സബാൾട്ടൻ സ്കൂൾ, അതുപോലെ ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ വികസനം അല്ലെങ്കിൽ വികാസം. പിന്നെ അനപ്രൈസ്. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ദ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒരുപാട് സ്കൂളൊക്കെ നോക്കും. NHS സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്കൂളിനൊക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ആ പല കൊളോണിയൽ സ്കൂൾസ് ഇന്നും എന്താ പറയാ ഇന്ത്യയിലുണ്ട്. ഇപ്പോ 1800കളുടെ അവസാനം ഒരുപാട് കോളേജുകൾക്കൊക്കെ ഇവര് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ആ സമയത്ത്. അതൊക്കെ ഇന്നും പലയിടത്തും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ നോക്കിയാൽ മതി, നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി. ഇന്ത്യയിലെ പല പല ഭാഗങ്ങളായിട്ട് അവര് പുതിയ പുതിയ കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അതിനവരൊക്കെ പ്രധാനമായിട്ട് ഒരൊറ്റ ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ, ബ്രിട്ടനിലുള്ള വിദ്യാഭ്യാസം ഇവിടെ കുറഞ്ഞ ചെലവിൽ ആൾക്കാർക്ക് കിട്ടുക. കുറഞ്ഞ ചെലവ് മീൻസ് ബ്രിട്ടനിലോട്ട് പോവാൻ എല്ലാരെ കൊണ്ടും കഴിയില്ല. ഇപ്പോ സ്കോളർഷിപ്പ് അങ്ങനത്തെ സംഭവമൊക്കെ നമുക്ക് വേണം, അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ അവർ അതേ രീതിയിലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നതായിരുന്നു ഇവിടെ പ്രധാന ഐഡിയ. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ യൂണിറ്റ് 8. ഇനി നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് പോകുന്നത്. അത്യാവശ്യം എക്കണോമി, സൊസൈറ്റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റും ആണിത്. കാരണം ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ടും ലാൻഡ് സെറ്റിൽമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ആ സമയത്ത് ഒരുപാട് ലാൻഡ് സെറ്റിൽമെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയാ ഭൂമിയും അതിന്റെ ഭാഗമായിട്ട് നികുതി, കരം, ഇങ്ങനത്തെ ഒരുപാട് സമ്പ്രദായങ്ങൾ ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോ ബ്രിട്ടീഷുകാർ വന്നപ്പോ അവർ ഇതിനെ കുറിച്ച് ചേഞ്ച് വരുത്താൻ വേണ്ടി തുടങ്ങി. അപ്പോ ആ സമയത്ത് 3 തരത്തിലുള്ള ലാൻഡ് സെറ്റിൽമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറയുന്നത് പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻ ബംഗാളിൽ നിലനിന്ന പെർമനന്റ് സെറ്റിൽമെന്റിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ജമീന്ദാരി സിസ്റ്റത്തിനെ കുറിച്ചാണ്. പിന്നെ പറയാനാണെങ്കിൽ റൈറ്റ് ടു വാരി സിസ്റ്റം ഒറീസ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഇന്നത്തെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒറീസ, ഈ ഒരു മധ്യപ്രദേശിലൊക്കെ മാത്രമായിട്ടായിരുന്നു ഈ റൈറ്റ് ടു വാരി ഉണ്ടായിരുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ഉണ്ടായിരുന്ന മഹൽവാരി സിസ്റ്റം, ഇത് രാജസ്ഥാൻ, ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലായിരുന്നു ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. നമ്മളിവിടെ പ്രധാനമായിട്ട് ഈ 3 ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിനെ കുറിച്ചായിരിക്കും നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്?
ജമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ നോക്കുന്നത്. പിന്നെ ഇതില് നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുക. എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ പേര് പോലെ അല്ല, അത്യാവശ്യം ആ സമയത്ത് അത്യാവശ്യം നല്ല ക്രൂരതകൾ ഉണ്ടായിരുന്നു. ഈ കർഷകരും സാധാരണ ജനങ്ങളും ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ സെറ്റിൽമെന്റ്സ് ഒക്കെ കാരണം. അപ്പോ എന്താ പറയാ, അതൊക്കെ ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ 9ാമത്തെ യൂണിറ്റ് ഇതിൽ നമ്മൾ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു വ്യാപാരവൽക്കരിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ വന്നിട്ടൊരു ഒരു 10, 20, 50 വർഷങ്ങൾ വരെയൊക്കെ ഇന്ത്യയിൽ ഭക്ഷ്യവിളകൾ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഫുഡ് ക്രോപ്സ് എന്ന് നമ്മൾ പറയും, അതൊക്കെ തന്നെയായിരുന്നു കൂടുതലായിട്ടും കൃഷി ചെയ്തിരുന്നത്. പക്ഷെ പിന്നെ വന്നപ്പോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒബ്വിയസ്ലി അവരുടെ കച്ചവടം ലക്ഷ്യമായിട്ട് വന്നതാണ്. അവർക്ക് എവിടെ ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടോ അതാണ് അവിടെ ഏറ്റവും വലിയ ഇൻകം അല്ല, പ്രോഫിറ്റ് കിട്ടോ അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ അവർ ആശ്രയിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒരു കോളനിയായി. അപ്പോ ഇവിടെ അവർ എന്ത് ചെയ്തു, ഇവിടെ അത്യാവശ്യം നല്ല റിസോഴ്സസ് ഒക്കെ ഉണ്ട്. എന്ന് പറയുമ്പോ മണ്ണ് തന്നെ ആയാലും ജലം തന്നെ ആയാലും നല്ല ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവര് പോസിബിൾ ആയിട്ടുള്ള എല്ലാ കൊമേഴ്ഷ്യൽ ക്രോപ്സ് അല്ലെങ്കിൽ എന്താ പറയാ നാണ്യവിളകള് ഇവിടെ കൃഷി ചെയ്യാന്ന് അവര് വിചാരിച്ചു. അതിന്റെ പേരിൽ അവര് ഇവിടെ ഇൻഡിഗോ, സിൽക്ക്, ജൂട്ട് ഇതൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒരുപാട് ഫാക്ടറികൾ കെട്ടിപ്പടുത്ത്. പിന്നെ അത്യാവശ്യം എന്താ പറയാ നല്ല മണ്ണ് തിരക്കി ഇവര് ഒരുപാട് തേടി. അപ്പോ അതിന് ഉദാഹരണം പറയാനാണെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആയിരുന്നു ഇൻഡിഗോ. ഇൻഡിഗോ കൂടുതലായിട്ടും എന്താ പറയാ കൃഷി ചെയ്തിരുന്നത് ബംഗാളിലായിരുന്നു ആ സമയത്ത്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താ പറയാ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിനെ എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ എന്താ പറയാ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് അതിനെ കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആക്കിയത്, അതൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് നമ്പർ 10 ഇവിടെ നമ്മൾ ഡി ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ചായിരിക്കും നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ, എന്താണ് പ്രീ ബ്രിട്ടീഷ് കോളനി, അവിടുത്തെ നേച്ചർ അല്ലെങ്കിൽ അതിന്റെ നേച്ചർ സ്വഭാവം എങ്ങനെയായിരുന്നു, ഫോളോ ഔട്ട് എങ്ങനെയായിരുന്നു, ട്രേഡ് ആഫ്റ്റർ പ്ലാസി. പ്ലാസി എന്ന് പറയുമ്പോൾ 1757 നടന്ന യുദ്ധമാണ്. അപ്പോൾ പ്ലാസിക്ക് ശേഷം ട്രേഡ് കച്ചവടം എങ്ങനെയായിരുന്നു, അതിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, ഇതൊക്കെ നമ്മൾ നോക്കും. പിന്നെ ഇമ്പാക്ട് ഓഫ് യൂറോപ്യൻ ട്രേഡ്, യൂറോപ്യൻ കച്ചവടത്തിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു എന്നൊക്കെ നമ്മളിവിടെ ചെക്ക് ചെയ്യും. യൂണിറ്റ് നമ്പർ 11 നിങ്ങൾ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടും. നമ്മളിവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചായിരിക്കും. കൂടുതലല്ല, പകരം മോസ്റ്റ്ലി ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എക്കണോമിയാണ് ഇവര് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ എക്കണോമി, അതും കൊളോണിയൽ ഏരിയയിലുള്ള ഇന്ത്യൻ എക്കണോമി. അപ്പോ എക്കണോമിക് ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഇവർ കൂടുതൽ, സാമ്പത്തിക വ്യവസ്ഥയും അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മളിവിടെ കൂടുതലായിട്ടും നോക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് സബോർഡിനേഷൻ ഓഫ് നേറ്റീവ് ക്യാപിറ്റൽ. നേറ്റീവ് എന്ന് പറയുമ്പോൾ തദ്ദേശീയം. ഇപ്പൊ തദ്ദേശീയമായ ക്യാപിറ്റലിനെ കുറിച്ച് നമ്മളിവിടെ നോക്കും. ഡോമിനേഷൻ മാർക്കറ്റ് ആൻഡ് ദ പ്രൊഡ്യൂസേഴ്സ്, സിറ്റി ആൻഡ് കൺട്രി സൈഡ്, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, എക്സ്റ്റേണൽ ട്രേഡ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലാസ്റ്റ് ആൻഡ് നോട്ട് ലീസ്റ്റ് എന്താ പറയാ ഇന്ത്യൻ റെയിൽവേസ് ആൻഡ് ഇംഗ്ലീഷ് ക്യാപിറ്റൽ. ഇന്ത്യൻ റെയിൽവേസിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, എന്തിനു വേണ്ടിയാണ് ഇന്ത്യൻ റെയിൽവേസിന്റെ തുടക്കം കുറിച്ചത്, ഇന്ത്യൻ റെയിൽവേസ് അത്യാവശ്യമായിരുന്നു, റെയിൽവേസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യമായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. വേറെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള മോഡ് ഓഫ് എന്താ പറയാ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവന്നൂടെ, ഇൻട്രൊഡ്യൂസ് ചെയ്തൂടെ, എന്തുകൊണ്ട് ഇന്ത്യൻ റെയിൽവേസ്? ഇതിനൊക്കെ ഉത്തരം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടും. പിന്നെ യൂണിറ്റ് നമ്പർ 12 നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇത് അത്യാവശ്യം സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് നോക്കുന്നതാണ്. ഇപ്പോൾ പ്രീ കൊളോണിയൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് കൊളോണിയൽ ഇമ്പാക്ട്. നമുക്കറിയാം ഇന്ത്യ അന്നിന്ന് പണ്ടായാലും ഇന്നായാലും എന്താ പറയാ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള വിവേചനം അതവിടെ ഉണ്ട്. കാസ്റ്റിന്റെ പേരിലാവട്ടെ, നമ്മുടെ വീക്ക് ഓർ സ്ട്രോങ് എന്താ പറയാ പ്രിവിലേജ് തന്നെ ആവട്ടെ, എക്കണോമിക് പ്രിവിലേജ് തന്നെ ആവട്ടെ. വീക്ക് ഓർ സ്ട്രോങ് മീൻസ് എക്കണോമിക് പ്രിവിലേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെ ആവട്ടെ, ഈ ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു കൊളോണിയൽ സമയത്ത് ഉണ്ടായിരുന്ന സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ കൊളോണിയൽ ഇമ്പാക്ട് എന്തായിരുന്നു എന്നതും
പ്രീ കൊളോണിയൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ എങ്ങനെയായിരുന്നു, അത് എന്തായിരുന്നു എന്നതിനെ കുറിച്ചും നമ്മൾ ഇവിടെ ഫസ്റ്റ് നോക്കും. റീജിയണൽ വേരിയേഷൻസ്, റീജിയണൽ വേരിയേഷൻ പ്രാദേശികപരമായിട്ട് ഏതൊക്കെ രീതിയിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ വേരിയേഷൻസ് ആണ് ഉണ്ടായിരുന്നത്, അത് നമ്മൾ കേസ് സ്റ്റഡി ആയിട്ട് നോക്കുന്നത് സൗത്ത് ഇന്ത്യ ആണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് കുറച്ച് എക്സാമ്പിൾ ഒക്കെ നമ്മൾ ഇവിടെ നോക്കും. പിന്നെ വെസ്റ്റേൺ ഇന്ത്യ, പിന്നെ നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ ഇന്ത്യ, പിന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ഇൻ കൊളോണിയൽ ഇന്ത്യ. ഇതും ലാൻഡ് സെറ്റിൽമെന്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ഇൻ കൊളോണിയൽ ഇന്ത്യ. എന്താ പറയാ, കൊളോണിയൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു നേരത്തെ പറഞ്ഞ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച സമയമാണ് ഇത്. അപ്പോ അതിൽ എങ്ങനെയാണ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് അവർ കീപ്പ് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള സംഭവങ്ങളാണ് അവർ കണ്ടിന്യൂ ചെയ്തത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ഡിസ്പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ എ ന്യൂ കോൺഷ്യസ്നെസ്, സം റീജിയണൽ എക്സാമ്പിൾസ്, പ്രാദേശികപരമായിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്, അതും നമ്മളിവിടെ നോക്കും. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്, പിന്നെ ഡിസ്പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് വേറൊരു ഇമ്പോർട്ടന്റ്, ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പോപ്പുലർ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു യൂണിറ്റ് തന്നെ വളരെയധികം എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആണ്, എൻഗേജിങ് ആണ്. കാരണം നമ്മളെപ്പോഴും ഒരു റെസിസ്റ്റൻസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓരോ രാജ്യങ്ങള് അല്ലെങ്കിൽ ഓരോ സാമ്രാജ്യങ്ങള്, ഓരോ സ്റ്റേറ്റ്സ് നടത്തിയ റെസിസ്റ്റൻസിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് ബംഗാൾ തന്നെ നടത്തിയ റെസിസ്റ്റൻസ്, പ്ലാസിനെ നോക്കിയാൽ മതി. പിന്നെ അവധ് നടത്തിയ റെസിസ്റ്റൻസ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാലും അവിടെ വേറെ തരത്തിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ പോപ്പുലർ റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ പോപ്പുലർ റെസിസ്റ്റൻസിന് എന്തുകൊണ്ട് പോപ്പുലർ പോപ്പുലർ എന്ന് പറഞ്ഞ വേർഡ് വന്ന തന്നെ എന്താ പറയാ, ജനങ്ങള് ആ ഒരു വേർഡിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയാ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു വേർഡിൽ നിന്നാണ് എന്താ പറയാ പോപ്പുലേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പോപ്പുലർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു പേര് വന്നതിന്റെ കാരണം ഇവിടെ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ അല്ല യുദ്ധം നടത്തിയത്, അല്ലെങ്കിൽ റൈറ്റ്സ് നടത്തിയത്, അല്ലെങ്കിൽ എന്താ പറയാ അപ്രൈസിങ് കലാപങ്ങൾ നടത്തിയത്. പകരം റൈറ്റ്സ് അല്ല, കലാപങ്ങൾ നടത്തിയത്. കലാപങ്ങൾ ഇവിടെ മീൻസ് റിബല്യൻസ് ആൻഡ് അപ്രൈസിങ് ആണ്, നോട്ട് റൈറ്റ്സ്. അപ്പോ ഇവിടത്തെ ഈ അപ്രൈസിങ്ങിന് കൂടുതലും എന്താ പറയാ ചുക്കാൻ പിടിച്ചത് പെസൻസ് ആൻഡ് ട്രൈബൽസ് ആയിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന ആദിവാസി ഗോത്രങ്ങളും, ആ സമയത്തല്ല എപ്പോഴും അവരുണ്ട്, ആദിവാസി ഗോത്രങ്ങളും പെസന്റ് അല്ലെങ്കിൽ കർഷക സമൂഹവും നടത്തിയ റെസിസ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. ഐ ഹോപ്പ് എല്ലാവർക്കും നല്ല എന്താ പറയാ എൻഗേജിങ് ആയിരിക്കും ഈ ചാപ്റ്റർ. കാരണം ഇവിടെ നമ്മൾ അത്യാവശ്യം കുറച്ച് എക്സാമ്പിൾസ് എടുത്തായിരിക്കും നമ്മൾ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം വൺ ഓഫ് ദി ബെസ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഉദാഹരണം പറയാനാണെങ്കിൽ സന്യാസി റിബല്യൻ, പിന്നെ പെസന്റ് അപ്രൈസിംഗ് ഇൻ റംഗ്പൂർ ബംഗാൾ, പിന്നെ അപ്രൈസിംഗ് ഓഫ് ഹിൽസ്, പിന്നെ റിബല്യൻ അറ്റ് മൈസൂർ, കോൾ അപ്രൈസിംഗ് ഫോർ ഐസി ഡിസ്റ്റർബൻസസ്, മാപ്പിള അല്ലെങ്കിൽ മോപ്പിള അപ്രൈസിംഗ്സ്, സാന്താ റിബല്യൻ. അപ്പൊ ഇതൊക്കെ തന്നെ നിങ്ങൾ ആ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. 1763 മുതൽ 1856 വരെയുള്ള അപ്രൈസിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തന്നെ ഇപ്പൊ സാന്താ റിബല്യൻ പോട്ടെ, ബാക്കിയുള്ള റിബല്യൻസിനെ കുറിച്ച് മോസ്റ്റ്ലി ആരും തന്നെ ഫെമിലിയർ അല്ല. പക്ഷെ ഈ ഒരു ചാപ്റ്റർ പ്രൊവൈഡ് ചെയ്യുക വഴി ഈ ഒരു ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തതിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കുക എന്നാണ്. കാരണം രാജാക്കന്മാർ മാത്രമല്ല എന്താ പറയാ കൊളോണിയൽ ഇത് കാരണം അസ്വസ്ഥരായത്. പകരം സാധാരണ ജനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം പറയാനാണെങ്കിൽ ആദിവാസി ഗോത്രങ്ങളായിരുന്നു. ആദിവാസി ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവരൊരു ഫോറസ്റ്റ് ആക്ട് തന്നെ കൊണ്ടുവന്ന് അവരുടെ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ എന്താ പറയാ ജീവിക്കാനുള്ള ഒരേ ഒരു വഴി മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ്. അവർക്ക് ഫോറസ്റ്റിലോട്ട് കയറാൻ പെർമിഷൻ ഇല്ല. അവർക്ക് എന്താ പറയാ ഫുഡ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഗ്യാദർ ചെയ്യുന്നത് എന്താ പറയാ അലോഡ് അല്ല. തടി മുറിക്കാൻ പാടില്ല. തടി മുറിക്കാൻ മീൻസ് ലൈക്ക് തീ കത്തിക്കാനുള്ള ചുള്ളിക്കമ്പ് പോലും എടുക്കാൻ അവർക്ക് എന്താ പറയാ അനുവാദം കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ അവർ ഭയങ്കര അസ്വസ്ഥരായിരുന്നു.
അപ്പൊ അതൊക്കെയായിരുന്നു ആദ്യം അതിന്റെ ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരുന്നത്. ഇതിലിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ സന്യാസി റിബല്ലിയൻ പറയാനാണെങ്കിൽ 1763 മുതൽ 1800 വരെ നടന്നതാണ്. അത്രയും നീളം അല്ലെ അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു റിബല്ലിയൻ ആയിരുന്നു അത്. പിന്നെ പക്ഷെ ഒരു ഡിസപ്പോയിന്റിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ അപ്രൈസിംഗ് ഈ റിബല്ലിയൻ ഒന്നും എന്താ പറയാ അത്ര ഇത് സക്സസ്ഫുൾ ആയിരുന്നില്ല. കാരണം ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടായിരുന്നത് കൊളോണിയൽ പവർ ആയിട്ടുള്ള ബ്രിട്ടീഷുകാരാണ്. അവരുടെ കയ്യില് ഗൺസ് ഇണ്ട്. അവരുടെ കയ്യില് എന്താ പറയാ ആഹ് ഒരുപാട് മോഡേണൈസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഇണ്ട്. ആയുധങ്ങളുണ്ട്. പുതിയ പുതിയ ആയുധങ്ങളുണ്ട്. പുതിയ പുതിയ വേ ഓഫ് എന്താ പറയാ യുദ്ധം ചെയ്യുന്ന പുതിയ മുറകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയാ അവർക്ക് മുന്നില് പിടിച്ച് നിക്കാന്ന് പറയുന്നത് തന്നെ അവർക്ക് വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയാ ഇതൊക്കെ തന്നെ ഈ ഒരു അപ്രൈസിംഗ് ഒക്കെ തന്നെ ബ്രിട്ടീഷുകാർക്ക് അടിച്ചമർത്താൻ വേണ്ടി പറ്റിയത്. ഇവര് അമ്പും വില്ലും കൊണ്ടും തടികൾ കൊണ്ടും പിന്നെ ചാന്താ റിബലിനൊക്കെ ആണെങ്കിൽ അവര് അത്യാവശ്യം ചെറിയ ഗൊറില്ല വാർഫെയർ ഒക്കെ അവര് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആയിരുന്നു എന്താ പറയാ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിൽ പറയാനാണെങ്കിൽ നമുക്ക് പഴശ്ശിരാജയുടെ കാര്യമൊക്കെ പറയാം. പഴശ്ശിരാജയും പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആദിവാസി ഗോത്രങ്ങളും പഴശ്ശിരാജയും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പുകളൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. പോപ്പുലർ റെസിസ്റ്റൻസിന് ഉദാഹരണമാണ്. പക്ഷെ നമ്മൾ അതിവിടെ നോക്കത്തില്ല. പകരം നമ്മൾ മോപ്പുലർ അപ്രൈസിംഗ്സും സാന്താ റിബല്ലിയനും ഇതൊക്കെ അടക്കമുള്ള റിബല്ലിയൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അടുത്തത് അതീ തന്നെ വന്നിട്ടുള്ള വേറൊരു ഭാഗമാണ് നേച്ചർ ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ്. ഈ പോപ്പുലർ മൂവ്മെന്റ്സിന്റെ നേച്ചർ അല്ലെങ്കിൽ എന്താ പറയാ സ്വഭാവം എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചായിരിക്കും നമ്മളിവിടെ നോക്കുന്നത്. അതിന് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം, പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ എന്താ പറയാ അംഗത്വം, പിന്നെ മൊബിലൈസേഷൻ എങ്ങനെയാണ് ആൾക്കാരെ കൂട്ടം കൂട്ടി ഈ ഒരു മൂവ്മെന്റ് നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അപ്പോ അതൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ ഒന്ന് നോക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ യൂണിറ്റ് നമ്പർ 14 എൻഡ് ഓഫ് എന്താ പറയാ എൻഡ് ഓഫ് ദ സെഞ്ച്വറി എന്ന് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ 1757 മുതൽ തുടങ്ങി നമ്മൾ 1857 പോവുകയാണ്. അപ്പൊ ഈ ഒരു യൂണിറ്റിന്റെ അവസാനം എന്ന് പറയുന്നത് നമുക്ക് 1857 കുറിച്ച് സംസാരിക്കാതെ ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല. കാരണം 1857 ഒരു പുതിയ ഇമേജ് കൊടുത്തു. അല്ലെങ്കിൽ എന്താ പറയാ ബ്രിട്ടീഷുകാർക്കൊരു സൂചനയാണ് കൊടുത്തത്. കാരണം വി ആർ നോട്ട് നമ്മൾ ആരും തന്നെ എന്താ പറയാ നിങ്ങള് നിസ്സാരക്കാരാക്കി തള്ളിക്കളയേണ്ട ആൾക്കാരല്ല. ഓക്കെ നിങ്ങള് എന്താ പറയാ നിങ്ങളുടെ എന്താ പറയാ കൊളോണിയലിസം ആ ഒരു കൊളോണിയൽ അഡ്മിനിസ്ട്രേഷന് ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിച്ച് എന്താ പറയാ ഞങ്ങളൊരിക്കലും നിസ്സാരക്കാരല്ല. ഞങ്ങളൊരിക്കലും നിങ്ങളെ തരം താഴ്ത്തി കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് എന്താ പറയാ 1857 വേറൊരു ഇമേജ് ആണ് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത്. ഇവരെ നമുക്കൊരിക്കലും അവരും വിചാരിക്കാൻ തുടങ്ങി. ഇവരാരും നിസ്സാരക്കാരല്ല. ഇവർക്ക് എന്തെങ്കിലും ഒരു സംഭവം ഇവർക്കെതിരെ നമ്മൾ കൊടുത്താൽ പിന്നെ എന്താ പറയാ ഒട്ടുമിക്ക ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പിന്നീട് 1857 കുറിച്ച് എഴുതിയപ്പോ അവര് പറഞ്ഞൊരു സംഭവമാണ്. കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഇന്ത്യ 1947 മുമ്പ് തന്നെ ഇൻഡിപെൻഡൻസ് കിട്ടുമായിരുന്നു എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എത്രത്തോളം ശരിയാണോ തെറ്റാണെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ 1857 എന്ന് പറയുന്നത് വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആണ്. എന്ന് വെച്ചാൽ ഒരു സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്. കാരണം ഒരു റൂമറിന്ന് തുടങ്ങിയതാണ്. ഒന്നല്ല ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ഓറലി ഒരുപാട് വാമൊഴിയായിട്ട് ഒരുപാട് കഥകൾ ഇതിന്റെ പിന്നാലെയുണ്ട്. അപ്പോ ഒരു റൂമറിന്ന് തുടങ്ങിയതാണ് എന്താ പറയാ 1857. അത് പിന്നീട് ഇന്ത്യ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു. അവിടെയാണ് എന്താ പറയാ 1857ന്റെ സക്സസ് എന്ന് പറയുന്നത്. പക്ഷെ എന്തോ 1857 അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. നമ്മൾ തോറ്റുപോയി. പക്ഷെ പിന്നീട് വന്ന ആൾക്കാർക്ക് ഇതൊരു എന്താ പറയാ ഒരു ഇൻസ്പിറേഷൻ ആയി. എന്താ പറയാ ഈ ഒരു കൊളോണിയൽ റൂളിനെതിരെ റെസിസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറയാ അതിനെ പ്രതിരോധിക്കണം എന്നൊരു ഐഡിയ അല്ലെങ്കിൽ എന്താ പറയാ എന്നൊരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പോ ഇത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് പ്രധാനമായിട്ട് ഇതില് നമ്മൾ സംസാരിക്കുന്നത് റൂമേഴ്സിനെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. റൂമേഴ്സ് വരുന്നത് റിലീജിയന്റെ പേരിലാണ്. അപ്പോ നമുക്കറിയാം ഈ ബുള്ളറ്റ്സ് ബുള്ളറ്റ്സിന്റെ കുറെ കഥയൊക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എമർജൻസ് ഓഫ് റിവോൾട്ട് ഇത് തുടങ്ങിയത് ഡൽഹിക്ക് താഴെയായിട്ട് ഉത്തർപ്രദേശ്. അപ്പോ എന്നുവെച്ചാൽ ഡൽഹി ഉത്തർപ്രദേശ് നെയ്ബർ. അപ്പോ ഉത്തർപ്രദേശിലെ ഒരു ചെറിയ സ്ഥലമുണ്ട് മീററ്റ്. മീററ്റിലെ ഒരു
കന്റോൺമെന്റിൽ നിന്നാണ് എന്താ പറയാ ഈ ഒരു 1857 തുടങ്ങിയത്. ആ ഒരു മീററ്റിൽ നിന്ന് പിന്നീട് ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. ഡൽഹി എത്തി. ഡൽഹിയില് എന്താ പറയാ അവര് മുഗൾ എംപയറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഈ ഒരു 1857 നേതൃത്വം കൊടുക്കാൻ വേണ്ടി അവര് ഇൻഫ്ലുവൻസ് ചെയ്ത് കൺവൈൻസ് ചെയ്ത് അവരെന്ത് ചെയ്തു തുടങ്ങി വെച്ചതാണ് ഈ 1857. ആ ഒരു 1857 എമർജൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇവിടെ നോക്കും. പിന്നെ കോഴ്സ് ഓഫ് ദ റിവോൾട്ടിന്റെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ടൈം ലൈൻ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ നോക്കും. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം പറയാനുണ്ട്. എന്താ വെച്ചാൽ ഇത് എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഒരു കേട്ടൊരു സംഭവമായിരുന്നു. എന്താ പറയാ ഇവര് പ്രധാനമായിട്ടും ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇവർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ ആ സമയത്തുണ്ടായിരുന്ന സിപ്പോയ്സിനും എന്താ പറയാ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ആൾക്കാർക്ക് അവർക്കൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. കാരണം രണ്ടുപേര് പരസ്പരം സംസാരിച്ചാൽ അവർക്ക് മനസ്സിലായി ഇവരെന്തോ കോൺസ്പിറസി ചെയ്യുന്നുണ്ട്, ഇവര് അടുത്ത് എന്തോ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ആ ഒരു ഐഡിയ ബ്രിട്ടീഷുകാർക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇവര് പ്രധാനമായിട്ടും ചെയ്ത ഒരു ഐഡിയാസ് ആണ് താമരയും ചപ്പാത്തി. അവര് ചെയ്യുന്ന ഒരു സംഭവം ഇതാണ്. ഒരു വില്ലേജിൽ നിന്ന് വേറൊരു വില്ലേജിലോട്ട് പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് മെസ്സേജ് കൈമാറുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവര് 2 ചപ്പാത്തി കൊടുക്കും. അതില് മറ്റേ ആള് ഇപ്പൊ ഞാൻ വേറൊരാൾക്ക് ചപ്പാത്തി കൊടുക്കാം. ഞാൻ വേറൊരാൾക്ക് ചപ്പാത്തി കൊടുക്കുമ്പോ ആൾക്ക് മനസ്സിലാവും ഇതെന്തോ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇയാളൊരു മെസ്സേജ് കൈമാറുകയാണെന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ആ 2 ചപ്പാത്തിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒരെണ്ണം തിരിച്ചു കൊടുക്കുക. അതിനർത്ഥം ഞാൻ അഗ്രീഡ് ആണ് എന്ന് പറയുന്നതാണ്. പിന്നെ ഒരു താമര എന്ന് പറയുമ്പോൾ ഇവര് ഈ ചപ്പാത്തിയോടൊപ്പം ഒരു താമരയും കൊടുക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ താമരയും കൂടെ കയ്യിലെടുക്കണം. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ചപ്പാത്തിയുടെ കൂടെ ഇപ്പൊ ഞാൻ എനിക്കൊരാള് ചപ്പാത്തി തന്നു. അതിനോടൊപ്പം തന്നെ താമരയും തന്നു. 2 ചപ്പാത്തിയും ഒരു താമരയും. ഞാൻ എന്ത് ചെയ്യും? ആ ഒരു താമരയും ചപ്പാത്തിയും എടുക്കും. എന്നിട്ട് ഒരു ചപ്പാത്തി തിരിച്ച് അയാൾക്ക് കൊടുത്തിട്ട് ഞാൻ സമ്മതം മൂളിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരാളെ ഇൻഫോം ചെയ്യുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിൽ നിന്ന് വേറൊരു ചപ്പാത്തി എടുത്ത് അതിനെ 2 ചപ്പാത്തി ആക്കിയിട്ട് താമരയും വെച്ചിട്ട് ഞാൻ കൊടുക്കും. അപ്പൊ ഇങ്ങനെ എന്താ പറയാ അയാളെന്ത് ചെയ്യും? അയാളെ സമ്മതം ഉണ്ടെങ്കിൽ അയാൾ ഒരു താമരയും ചപ്പാത്തി എടുക്കും. എന്നിട്ട് അയാൾ അതേപോലെ ആഡ് ചെയ്ത് ഇങ്ങനെ കൈമാറും. അപ്പൊ ഇങ്ങനെയായിരുന്നു അവരൊരു എന്താ പറയാ ആ റിവോൾട്ടിന്റെ സമയത്ത് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ റിവോൾട്ട് നടത്തണോ വേണ്ടയോ, ഒരു അറ്റാക്ക് നടത്തണോ വേണ്ടയോ, ഇതൊക്കെ അവർ ആ ഒരു രീതിയിലാണ് സംസാരിച്ചിരുന്നത്. പിന്നെ താമരയും ചപ്പാത്തിയും ഡെയിലി ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആയതുകൊണ്ട് ആരും അങ്ങനെ നോട്ടീസ് ഒന്നും ചെയ്തില്ല. അതൊക്കെ ആയിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ റിബൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ ഇവിടെ നോക്കും. സെപ്പറേഷൻ ആൻഡ് റിപ്രഷൻ ഓഫ് കൊളോണിയൽ സ്റ്റേറ്റ്, പിന്നെ ആഫ്റ്റർമാത്ത് ഓഫ് റിവോൾട്ട്. അപ്പോൾ റിവോൾട്ടിന് ശേഷം എന്താണ് റിവോൾട്ട് ഇത്രയും ഇവന്റ്ഫുൾ ആയിരുന്നു, എൻഗേജിങ് ആയിരുന്നു. ഓക്കെ, റിവോൾട്ടിന് ശേഷം എന്തായിരുന്നു നടന്നത്? ആ സമയത്ത് എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഇതിനെയൊക്കെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ നോക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. കാരണം ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ട്രാൻസിഷൻ ഫ്രം സ്ലേവറി വെച്ചാണ് തുടങ്ങുന്നത്. സ്ലേവറി എന്ന് പറയുമ്പോൾ അടിമത്തം. അടിമത്തത്തിൽ നിന്നൊരു ട്രാൻസിഷൻ, ഒരു മാറ്റം, ഒരു ചേഞ്ച്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അതിന്റെ ഉദാഹരണമാണ് ഇന്റൻചേർഡ് ലേബേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കോൺട്രാക്ട് ലേബേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ദ റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഇന്റൻചേർഡ് ലേബേഴ്സ്, ലൈഫ് ആൻഡ് വർക്ക് ഓൺ ദ പ്ലാന്റേഷൻസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ നോക്കുന്ന ടോപ്പിക്സ്. ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഒരു ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ, ഇന്ത്യയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന വർക്കേഴ്സ് അൺഎംപ്ലോയ്മെന്റ് അന്നും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും തന്നെ കൃഷിയിടങ്ങളിൽ പോയി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കൃഷി നശിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിന് വേണ്ടി ഇരുന്നപ്പോ ആ സമയത്ത് ഉണ്ടായിരുന്ന കോളനി അല്ലെങ്കിൽ എന്താ പറയാ ബ്രിട്ടീഷുകാർ ചെയ്യുന്ന വെച്ചാൽ, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ മാത്രമല്ലായിരുന്നു കോളനീസ്. സൗത്ത് ആഫ്രിക്ക അല്ല, അമേരിക്ക, ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു, സൗത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അപ്പോ സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, പിന്നെ എന്താ പറയാ കരീബിയൻ ഐലൻഡ്സ്, അവിടെയൊക്കെ എന്താ പറയാ കോളനീസ് ഉണ്ടായിരുന്നു. പിന്നെ ഒബിയസ്ലി അമേരിക്കയും ഉണ്ടായിരുന്നു. അപ്പോ ഇന്ത്യയിൽ നിന്ന് എന്താ പറയാ ഈ ഒരു കൃഷിക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ പ്ലാന്റേഷൻ വർക്ക്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഉദാഹരണം പറയാനാണെങ്കിൽ
നിങ്ങളെല്ലാരും എൻജോയ് എൻജാമി പാട്ട് കേട്ടിട്ടുണ്ടോ? എൻജോയ് എൻജാമി പാട്ട് അറിവ്, തീയൊക്കെ പാടി പാട്ട് വളരെയധികം ഫേമസ് ആണ്. പക്ഷേ ഈ പാട്ട് പറയുന്നത് ഒരു ഒരു ഹിസ്റ്ററിയെ കുറിച്ചാണ്. ആ പാട്ട് പാടിയിരിക്കുന്നത് അറിവിന്റെ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ എന്താ പറയാ പാട്ട് പാടിയ ആളുടെ ഉം, അമ്മുമ്മയെ കുറിച്ചാണ്. ഈ അമ്മുമ്മ എന്ന് പറയുന്നത് ഉം, തമിഴ്നാട്ടിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ സമയത്ത് കൊളോണൈസേഷന്റെ സമയത്ത് ശ്രീലങ്കയിൽ പോയ തമിഴ് വംശജരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ്. അപ്പോ അതിലൊരു ജനറേഷനിൽ ഒരു അംഗമാണ് ആര്? ആ ഒരു ഗ്രാൻഡ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗ്രാൻഡ്മയുടെ പഴയ കാലങ്ങളെ കുറിച്ചാണ് ഓർക്കുന്നത്. കാരണം ഈ കോളനി സമയത്ത് അവിടെ പോയ ആൾക്കാർ ദളിത്സിന് എന്നുവെച്ചാൽ ലോ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതലും ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ട്രാൻസ്പോർട്ട് ചെയ്ത ഈ ദളിത് അവിടെ പോയി ശ്രീലങ്കയിൽ പോയി പ്ലാന്റേഷൻ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് എന്താ പറയാ പിന്നീട് അവര് കോളനൈസേഷന് ശേഷം അവര് ഇന്ത്യയിലോട്ട് തിരിച്ചു വന്ന കുറച്ച് പേരുണ്ട്. അതിലൊരാളാണ് ആ ഗ്രാൻഡ്മയൊക്കെ. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ പറയാനാണെങ്കിൽ കരീബിയൻ ഐലൻഡ്സില് ഒരുപാട് എന്താ പറയാ ആം, ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യക്കാര് ഒരുപാട് എന്താ പറയാ അവരുടെ അടുത്ത ജനറേഷൻസ് ഇപ്പോഴും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ പറയാ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ കൊളോണൈസേഷൻ കാരണം ഒരുപാട് ഇമ്പാക്ട് വന്നിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ പ്ലാന്റേഷൻ വർക്ക്സിന് കൊണ്ടുപോയ ആൾക്കാരും അവരുടെ ജനറേഷൻസും ഒരു മിക്സ്ഡ് കൾച്ചറിനെ കുറിച്ച്. എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് അവർ വന്നിട്ട് അവർ അഡാപ്റ്റ് ചെയ്ത് ഒരു പുതിയ കൾച്ചർ അവിടെ തുടങ്ങിയിരിക്കുകയാണ്. അതൊന്നും നമ്മൾ ഇവിടെ നോക്കുന്നില്ല. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്റൻചോർഡ് ലേബേഴ്സിനെ കുറിച്ചും പ്ലാന്റേഷൻ വർക്ക്സിനെ കുറിച്ചും ആയിരിക്കും. പിന്നെ ലൈഫ് ആൻഡ് വർക്ക്സ് ഓൺ ദ പ്ലാന്റേഷൻ. പിന്നെ സ്ലേവറി, ഒരു പുതിയ മോഡേൺ സ്ലേവറി എന്ന് വേണമെങ്കിൽ പറയാം. ഇതും അവർക്ക് എന്താ പറയാ അത്ര വലിയ നല്ലൊരു അനുഭവമല്ല എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പാട് അവര് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവങ്ങൾ. ഒരു മോഡേൺ സ്ലേവറി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്കിതിനെ നോക്കിക്കാണാം. അല്ലെങ്കിൽ എന്താ പറയാ ജസ്റ്റ് ഒന്ന് പറയാന്നല്ല ജസ്റ്റ് നമുക്കൊന്ന് കരുതാം. അപ്പോ എന്താ പറയാ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. അപ്പോ 1757 ടു പ്ലാസി അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി, പോളിറ്റി, സൊസൈറ്റി ടു ദ ബിഗിനിങ്സ് ഓഫ് ഇന്റൻചോർഡ് ലേബർ വരെ എത്തുമ്പോ ഈ ഒരു വീഡിയോയില് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇത്രയും ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഒരു വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ പിന്നീട് വരുന്ന ഹിസ്റ്ററിക്ക് വളരെയധികം എന്താ പറയാ ബേസ് കൊടുക്കുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പൊ ഇന്റൻചോർഡ് ലേബേഴ്സ് തന്നെ ആവട്ടെ, 1857 കുറിച്ച് പറയുന്ന ആവട്ടെ, അതിനു മുമ്പ് പറയുന്ന പോപ്പുലർ റെസിസ്റ്റൻസിനെ കുറിച്ച് ആവട്ടെ, ഇതെല്ലാം തന്നെ പിന്നീട് വരുന്ന ഇവന്റ്സ് അല്ലെങ്കിൽ എന്താ പറയാ പിന്നീട് വരുന്ന മൂവ്മെന്റ്സിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ ഒരു ശക്തി കൊടുത്തിട്ടുണ്ട്, ഒരു പവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന ആൾക്കാര് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവര് ഫേസ് ചെയ്ത കുറെ സംഭവമുണ്ട്. അപ്പൊ എന്തായാലും എന്താ പറയാ സ്വാതന്ത്ര്യം നമ്മുടെ അവകാശമാണല്ലോ. അപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞു നിർത്തിയിട്ടാണ് എന്താ പറയാ ഈ ഒരു 1857 വരെയുള്ള ഈ ചാപ്റ്റർ നിർത്തുന്നത്. ആം, ഇപ്പോ എന്താ പറയാ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് യൂണിറ്റ് നമ്പർ 1 കുറിച്ചായിരിക്കും. അപ്പോ അതില് പോളിറ്റി, സൊസൈറ്റി ആൻഡ് എക്കണോമി ഇൻ ദ മിഡ് 18th സെഞ്ചുറി ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.